ഹായ് ഫ്രണ്ട്സ്, മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. വെണ്ടയ്ക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക പുളി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരും. അതിനായി ഞാനതൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ കറിക്ക് നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ജീരകം, 2 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുക്കുന്നുണ്ട്, നോക്കണേ. അത് ഫ്രൈ ആയതിനു ശേഷം നമ്മൾക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് അത് നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി കിട്ടണം. ഞാനിവിടെ ഒരു 200 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് എണ്ണയിൽ തന്നെ ഇട്ട് നല്ലപോലെ ഫ്രൈ ആക്കി വെന്തെടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വഴണ്ടി വരുന്നതിനോട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ഇതാ എഗെയിൻ ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, ഇത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്കൊരു 5 ചെറിയ ഉള്ളി തേങ്ങയുടെ കൂടെ തന്നെ ചേർത്ത് നമുക്കത് കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ നോക്കൂ, തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയി. നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെണ്ടയ്ക്കയും നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് വെണ്ടയ്ക്കയും വെന്ത് ഫ്രൈ ആയി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കെല്ലാം മസാല പൊടികളെല്ലാം ചേർത്തി കൊടുക്കാം. എന്താ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി ആഡ് ചെയ്തോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഈ പൊടികളിലെല്ലാം റോ സ്മെല്ല് പോകുന്നവരേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി പൊടി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മീഡിയം ലെമൺ സൈസിൻ്റെ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ആ പുളിയുടെയോ ആ റോ സ്മെല്ല് പോകുന്നവരേക്ക് നല്ലപോലെ നമുക്കത് തിളപ്പിച്ചെടുക്കാം. ഇതാ നോക്കൂ, ഇപ്പോൾ പുളി ഓൾമോസ്റ്റ് നമുക്കവിടെ റെഡി ആയിട്ടുണ്ട്. ആ പുളിയെല്ലാം നല്ല വെന്ത് വെണ്ടയ്ക്കയിലൂടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്തി കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള എത്ര ഗ്രേവി വേണോ അതിനുള്ള വെള്ളം നമുക്ക് ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും എല്ലാം തന്നെ നല്ലപോലെ തിളച്ച് സെറ്റായി വന്ന നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക പുളി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഒഴിച്ചു കറിയാണ്. നോക്കൂ, നമ്മുടെ വെണ്ടയ്ക്കപ്പുളി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.